ജനന തീയതി സംബന്ധിച്ച് സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയിൽ നിന്ന് ആധാറിനെ ഒഴിവാക്കിയിരിക്കുകയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഇനി മുതൽ ജനന തീയതി തെളിയിക്കാനുള്ള രേഖയായി EPFO ആധാർ സ്വീകരിക്കില്ല. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് EPFOയുടെ നടപടി. UIDAI ജനന തീയതിയുടെ തെളിവായി ഉപയോഗിക്കുന്ന രേഖകളുടെ പട്ടികയിൽ നിന്ന് ആധാറിനെ നീക്കം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ്. തിരിച്ചറിയൽ രേഖയായും വിലാസം കാണിക്കാനുമെല്ലാം ആധാർ കാർഡ് ഉപയോഗിക്കാം. എന്നാൽ ജനന തീയതി കാണിക്കുന്നതിനുള്ള തെളിവായി ആധാർ ഉപയോഗിക്കാൻ കഴിയില്ല. ഇന്ത്യൻ സർക്കാരിന് വേണ്ടി യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന 12 അക്ക വ്യക്തിഗത തിരിച്ചറിയൽ നമ്പറാണ് ആധാർ. EPF അക്കൗണ്ടിലെ ജനന തീയതി മാറ്റാൻ ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണെന്ന് ഇനി പറയാം. ജനന മരണ രജിസ്ട്രാർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ്, അംഗീകൃത സർക്കാർ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നൽകുന്ന മാർക്ക് ലിസ്റ്റ്, സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, സ്കൂൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, SSC സർട്ടിഫിക്കറ്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ സേവന രേഖയെ അടിസ്ഥാനമാക്കിയുള്ള സർട്ടിഫിക്കറ്റ്, വൈദ്യപരിശോധനയ്ക്ക് ശേഷം സിവിൽ സർജൻ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, പാൻ കാർഡ്, കേന്ദ്ര സംസ്ഥാന പെൻഷൻ പേയ്മെന്റ് ഓർഡർ. അപ്പോൾ ഇനി മുതൽ EPFO അക്കൗണ്ടിൽ ജനന തീയതി തെളിയിക്കാനുള്ള രേഖകൾ മേൽപ്പറഞ്ഞവയായിരിക്കും. ആധാർ ഉപയോഗിക്കാൻ കഴിയില്ല.